ദൃശ്യം 3ൻ്റെ കഥ ഇങ്ങനെയാണെങ്കിലോ? നമുക്ക് നോക്കാം. സ്ട്രിക്ട്ലി മൈ പോയിന്റ് ഓഫ് വ്യൂ. ദൃശ്യം 2 എവിടെ അവസാനിച്ചോ അവിടെ തുടങ്ങാം. കോടതിയും കേസുമെല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായപ്പോൾ ജോർജ് കുട്ടിയുടെ വീട്ടിലേക്ക് ഒരു കാർ വന്നു. മധ്യവയസ്കരായ ഒരു ദമ്പതികളായിരുന്നു അതിൽ. വാതിൽ തുറന്ന റാണിയോട് ജോർജ് കുട്ടി ഇവിടെയുണ്ടോ എന്ന് അവർ ചോദിച്ചു. ഞങ്ങൾ കുറച്ച് ദൂരെ നിന്നാണ് വരുന്നത്, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. റാണി അവരെ അകത്തേക്ക് ക്ഷണിച്ചു. വൈകാതെ ജോർജ് കുട്ടി വന്നു. ശാന്തനായിരുന്നു കൊണ്ട് അയാൾ ചോദിച്ചു, നിങ്ങൾ ആരാണ്, എന്തിനാണ് എന്നെ കാണാൻ വന്നത്? ആ ദമ്പതികളുടെ മുഖത്ത് വലിയൊരു സങ്കടമുണ്ടായിരുന്നു. അവർ പറഞ്ഞു തുടങ്ങി, ഞങ്ങൾക്ക് അലക്സ് എന്ന പേരുള്ള ഒരു മകനുണ്ടായിരുന്നു. 5 വർഷം മുമ്പ് അവൻ കൊല്ലപ്പെട്ടു. കഴിഞ്ഞയാഴ്ച അവൻ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു ഡയറി അവൻ്റെ റൂമിൽ ഞങ്ങൾക്ക് കിട്ടി. അവൻ്റെ കുറ്റസമ്മതവും അവന് തളർത്തിയ ചില കാഴ്ചകളുമായിരുന്നു അതിൽ. നിങ്ങൾക്ക് ഞങ്ങളുടെ മകനെ അറിയില്ലായിരിക്കും, പക്ഷേ വരുണിനെ അറിയാമല്ലോ. വരുൺ എന്നേക്കുമായി കാണാതായ രാത്രിയിൽ അവൻ തനിച്ചായിരുന്നില്ല ഇങ്ങോട്ട് വന്നത്. ഞങ്ങളുടെ മകൻ അലക്സും അവരോടൊപ്പം ഉണ്ടായിരുന്നു. ഇവിടെ നടന്നതെല്ലാം അത് നേരിട്ട് കണ്ടിട്ടുണ്ട്. അതെല്ലാം കണ്ട് അവൻ പേടിച്ച് അവിടെ നിന്നോടി രക്ഷപ്പെട്ടു. മരിക്കുന്നതുവരെ ആ രഹസ്യം അവൻ ആരോടും പറഞ്ഞില്ല. പക്ഷെ മരിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പേ അവൻ എന്തിനെയോ ആരെയോ വല്ലാണ്ട് ഭയപ്പെട്ടിരുന്നു. പെട്ടെന്ന് ആ ദമ്പതികൾ കുറച്ച് ദേഷ്യത്തോടെ ജോർജ് കുട്ടിയുടെ കണ്ണുകളിൽ നോക്കി ചോദിച്ചു, ജോർജ് കുട്ടി, വരുണിൻ്റെ കൂടെ അന്ന് അലക്സ് ഉണ്ടായിരുന്നുവെന്നും അവനിതെല്ലാം കണ്ടിട്ടുണ്ടെന്നും നിങ്ങളെങ്ങനെയാണ് അറിഞ്ഞത്? എന്തിനായിരുന്നു നിങ്ങൾ അവനെ ഫോളോ ചെയ്തത്? അവൻ്റെ മരണത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? ജോർജ് കുട്ടി നിശബ്ദനായി അവരെ നോക്കിയിരുന്നു. അവർ തുടർന്നു, അലക്സിൻ്റെ കേസ് അന്വേഷിച്ച ഓഫീസർ വന്നിട്ടുണ്ട്. ബഹളം വെച്ച് ആളെ കൂട്ടണ്ട. എൻ്റെ മകൻ്റെ രക്തം നിങ്ങളുടെ കയ്യിൽ പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിയണം. അയാൾ അത് അന്വേഷിക്കട്ടെ. ആ അന്വേഷണം എത്തി നിൽക്കുന്നത് വീണ്ടും ഈ പഠിക്കലാണെങ്കിൽ പേടിക്കണ്ട. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്റ്റേഷനിൽ കയറേണ്ടി വരില്ല. അതിനുശേഷം അവർ തിരിച്ചുപോയി. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം മറ്റൊരു വണ്ടി കൂടി അങ്ങോട്ട് വന്നു. 5 വർഷങ്ങൾക്ക് മുന്നേ ആ കേസ് അന്വേഷിച്ച ഓഫീസറായിരുന്നു അതിൽ. സാം ജോർജ് കുട്ടിയെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. മിസ്റ്റർ ജോർജ്, നിങ്ങൾക്ക് ആ പയ്യനെ അറിയുമോ? ഇല്ല സർ, ജോർജ് കുട്ടി പറഞ്ഞു. എന്നാൽ ആ പയ്യൻ നിങ്ങളെ അറിയും, നിങ്ങളുടെ മകളെയും. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട എന്തോ ഒന്ന് അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇത് കേട്ട് കൈ പൂപ്പിക്കൊണ്ട് ജോർജ് കുട്ടി പറഞ്ഞു, ദയവ് ചെയ്ത് നിർത്തണം സാർ, ഇനിയും ഞങ്ങളെ ഇതിലേക്ക് വലിച്ചിടരുത്. ജോർജ്, നിങ്ങളാണ് അവനെ കൊന്നതെന്നറിയാനല്ല ഞാൻ വന്നത്. അവനെങ്ങനെ മരണപ്പെട്ടതെന്നും ആരാ അവനെ കൊന്നതെന്നും എനിക്കും നന്നായി അറിയാം. ഞാൻ വന്നത് അവൻ്റെ ബോഡിക്ക് വേണ്ടിയാണ്. അഴുകിയ അസ്ഥികൂടമായി കുഴിമാടത്തിന് കാണാതായ അവൻ്റെ സ്കെൽറ്റന് വേണ്ടി. നിങ്ങളുടെ കോർട്ട് റൂം ഡ്രാമയൊക്കെ കണ്ടപ്പോൾ ഞാൻ ചുമ്മാ അങ്ങ് വിചാരിച്ച് അത് അലക്സിൻ്റെ ആയിരിക്കുമെന്ന്. ബട്ട് ഫൊറൻസിക്കിൽ അത് മാച്ച് ചെയ്ത് നോക്കി, അത് അവൻ്റെ അല്ല. നിങ്ങൾ സിനിമാ കഥയിലെ പയ്യൻ്റെ തന്നെയാണ്. എന്നാൽ ആ സ്കെൽറ്റൻ നിങ്ങൾ എടുക്കുന്നതിൽ ഒരുപാട് മുന്നേ തന്നെ നിങ്ങൾ മറ്റൊരു സ്കെൽറ്റൻ എടുത്തിരുന്നു, അലക്സിൻ്റെ സ്കെൽറ്റൻ. അതിനുവേണ്ടിയാണ് ഞാൻ വന്നത്. അവൻ്റെ അപ്പൻ അവനെ കൊന്നവനെ കൊടുക്കുമ്പോൾ ആ സ്കെൽറ്റൻ കൂടി എനിക്ക് തിരിച്ച് കുഴിമാടത്തി വെക്കണം. എന്തു വന്നാലും നിങ്ങളത് പറയില്ലെന്ന് എനിക്കറിയാം. ബിക്കോസ് നിങ്ങളത് സമ്മതിക്കുമ്പോൾ വരുണിൻ്റെ കേസ് കൂടി കൺഫസ് ചെയ്യേണ്ടി വരും. സോ മിസ്റ്റർ ജോർജ്, ഗെറ്റ് റെഡി ടു കൺഫസ് ബോത്ത്. ഇതും പറഞ്ഞ് അവർ പോവാനൊരുങ്ങുന്നു. പോവാൻ നേരം സാം ഒരു കാര്യം കൂടെ പറയുന്നു. അല്ല, ജോർജ് കുട്ടിക്ക് അലക്സിനെ കൊന്നതാരാണെന്നറിയണ്ടേ? നിനക്കും അതറിയാമല്ലേ ജോർജ്? പോയി കഴിഞ്ഞ് ജോർജ് കുട്ടിയെ കാണിക്കുന്നു. പഴയത്തെന്തോ ഓർത്തെടുക്കുകയാണ് അയാൾ. 5 വർഷങ്ങൾക്ക് മുന്നേ അലക്സ് ജോർജ് കുട്ടിയെ ടൗണിൽ വെച്ച് കണ്ടിരുന്നു. അന്നവൻ ജോർജ് കുട്ടിയോട് കരഞ്ഞു പറഞ്ഞു, വരുണിൻ്റെ കൂടെ എന്ന് ഞാനും ഉണ്ടായിരുന്നു. അവൻ മരിക്കുന്നതും നിങ്ങൾ അവനെ കുഴിച്ചിരുന്നതും ഞാൻ കണ്ടു. എന്നാൽ ഇതും ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല. വരുൺ വിളിച്ചപ്പോൾ അറിയാണ്ട് വന്നു പോയതാണ്. ജോർജ് കുട്ടി അവനെ സമാധാനിപ്പിച്ച് പറഞ്ഞു വിടുന്നു. ശേഷം ജോർജ് കുട്ടി വണ്ടിയിൽ കയറി വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അടുത്ത സീനിൽ സാമിനെ കാണിക്കുന്നു. സാം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് നാളുകൾക്ക് മുന്നേ നടന്ന ചില കാര്യങ്ങൾ ഓർത്തെടുക്കുന്നു. അലക്സിൻ്റെ ബോഡി ഒരു റെയിൽവേ ട്രാക്കിൽ നിന്നുമാണ് കണ്ടുകിട്ടുന്നത്. ബോഡി തിരിച്ചറിയാൻ നന്ദി പ്രയാസപ്പെട്ടു. ഒടുവിൽ അത് അലക്സിൻ്റെ ആണെന്ന് പോലീസ് കണ്ടുപിടിച്ചു. അല്ല, ആർക്കൊക്കെയോ വേണ്ടി അത് അലക്സിൻ്റെ ബോഡിയാക്കി മാറ്റി. അലക്സിൻ്റെ പേരൻസിന് അന്വേഷണത്തിൽ സംശയം തോന്നിയതുകൊണ്ട് കേസ് സാമിൻ്റെ കയ്യിലെത്തി. ട്രാക്കിൽ നിന്നും കിട്ടിയത് അലക്സിൻ്റെ ബോഡിയല്ലെന്ന് സാം കണ്ടുപിടിച്ചു. അന്വേഷണത്തിനൊടുവിൽ സംഭവ സ്ഥലത്തെ ടവർ ലൊക്കേഷനും ചില സംശയങ്ങളും വെച്ച് സാം പ്രതിയെ കണ്ടുപിടിച്ചു.
അലക്സിനെ കൊന്നതും ശേഷം ട്രെയിൻ തട്ടി മരിച്ചുവെന്ന് വരുത്തി തീർത്തതും മറ്റാരുമായിരുന്നില്ല, സഹദേവനായിരുന്നു അത്. സാം സഹദേവനെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു. അടുത്ത സീനിൽ സഹദേവനെ കാണിക്കുന്നു, ഒരു വീൽ ചെയറിൽ ഒരു കാലില്ലാതെ. കുറച്ച് നാളുകൾക്ക് മുന്നേ സഹദേവന് ഒരു ആക്സിഡന്റ് സംഭവിച്ചു. തന്റെ ജീപ്പ് ഒരു ലോറിയുമായി ഇടിച്ച് മാരകമായി പരിക്കേറ്റ് സഹദേവന് തന്റെ കാലുകൾ നഷ്ടമായി. സാം സഹദേവനെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. ആക്സിഡന്റ് സംഭവിച്ച സ്ഥലത്ത് നിന്ന് അലക്സിന്റെ കളഞ്ഞുപോയ പേഴ്സ് സാം കണ്ടുപിടിച്ചിരുന്നു. ജീപ്പിലിടിച്ചപ്പോൾ വണ്ടിയിൽ നിന്നും തെറിച്ചു വീണതായിരുന്നു അത്. ആദ്യം കുറ്റം സമ്മതിച്ചില്ല എങ്കിലും ഒപ്പമുണ്ടായിരുന്ന പോലീസുകാരുടെ മൊഴിയും മറ്റു തെളിവുകൾക്ക് മുന്നിൽ സഹദേവന് പിടിച്ചു നിൽക്കാനായില്ല. ഒടുവിൽ സഹദേവൻ കുറ്റം സമ്മതിച്ചു. അയാൾ പറഞ്ഞു, അന്ന് മരിക്കുമ്പോൾ അവൻ്റെ കൂടെ അലക്സും ഉണ്ടായിരുന്നെന്ന് ടവർ ലൊക്കേഷൻ വെച്ച് ഞാൻ കണ്ടുപിടിച്ചു. അത് ചോദ്യം ചെയ്യാനാണ് അവനെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. എന്നാൽ എത്ര ചോദിച്ചിട്ടും അത് സമ്മതിക്കാൻ അവൻ തയ്യാറായില്ല. ഒടുവിൽ ഞങ്ങളെല്ലാവരും ചേർന്ന് അവനെ ക്രൂരമായി ഉപദ്രവിച്ചു. പക്ഷെ എന്ത് ചെയ്തിട്ടും അവനത് സമ്മതിക്കുന്നില്ലായിരുന്നു. ഒടുവിൽ ഒരു നിമിഷത്തെ കയ്യബദ്ധം, എൻ്റെ അടികൊണ്ട് അവൻ നിലത്ത് വീണു. എത്ര വിളിച്ചിട്ടും എന്ത് ചെയ്തിട്ടും അവൻ എണീക്കുന്നുണ്ടായിരുന്നില്ല. അവൻ മരിച്ചുവെന്ന് ഞങ്ങൾക്ക് ഉറപ്പായി. അതിൽ നിന്നും രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴികളുണ്ടോ എന്ന് ഞങ്ങൾ ആലോചിക്കാൻ തുടങ്ങി. അങ്ങനെ എത്രയും പെട്ടെന്ന് ബോഡി മറവ് ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു. എവിടെ ചെയ്യണമെന്നായിരുന്നു ഞങ്ങൾക്ക് ആശങ്കയുണ്ടായിരുന്നത്. ഒടുവിൽ ഞങ്ങളത് തീരുമാനിച്ചു. നമുക്കിത് ജോർജ് കുട്ടിയുടെ പറമ്പിൽ തന്നെ കുഴിച്ചിടാം. ഞാൻ ഡെഡ് ബോഡിയും എടുത്ത് ജോർജ് കുട്ടിയുടെ സ്ഥലത്തേക്ക് പോയി. ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ജോർജ് കുട്ടിയുടെ തോട്ടത്തിൽ തന്നെ ഞാൻ അലക്സിനെ കുഴിച്ചിട്ടു. തിരിച്ചു വരും വഴിയാണ് ജീപ്പിൽ അവൻ്റെ പേഴ്സ് കിടക്കുന്നത് ഞാൻ കണ്ടത്. പെട്ടെന്ന് അതെടുക്കാൻ വേണ്ടി തിരിഞ്ഞപ്പോഴാണ് അന്ന് ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. പിന്നീട് ഞാൻ അറിഞ്ഞു പോലീസ് ആ സ്ഥലം പരിശോധിച്ചു എന്നും, എന്നാൽ ഒന്നും അവർക്ക് അവിടുന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നും. ഞാൻ ആ ബോഡി അവിടെ കുഴിച്ചിരുന്നത് ജോർജ് കുട്ടി കണ്ടു കാണുന്നു. ജോർജ് കുട്ടി തന്നെയായിരിക്കണം ആ ബോഡി അവിടെ നിർത്തി മാറ്റിയത്. സാർ എന്നെ കൊണ്ടുപോകാൻ വന്നതാണെങ്കിൽ കൊണ്ടുപോയിക്കോളൂ. ഇപ്പോൾ ആർക്കും വേണ്ടാത്ത ഒരാളാണ് ഞാൻ. ചെയ്തു കൂട്ടിയതിൻ്റെയൊക്കെ ശിക്ഷ എന്നെ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. ജയിലൊന്നും എനിക്കൊരു ശിക്ഷയല്ല. അതല്ല, സാർ അന്വേഷിക്കുന്നത് ആ ബോഡിക്ക് വേണ്ടിയാണെങ്കിൽ ജോർജ് കുട്ടിയുടെ കയ്യിലാണ് ആ ബോഡി ഉള്ളത്. ഇതെല്ലാം കേട്ട് സാം പറഞ്ഞു, സഹദേവൻ, നിങ്ങൾ ചെയ്തു കൂട്ടിയതിൻ്റെ ഒന്നും ശിക്ഷ നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ല. പെട്ടെന്ന് സാം ആ ഓർമ്മയിൽ നിന്നുണർന്നു. സാം ഇപ്പോൾ അത് ജോർജ് കുട്ടിയുടെ തോട്ടത്തിലാണ്. അവിടെ ഇറങ്ങി ആ സ്ഥലം ആകെ ഒന്ന് നിരീക്ഷിക്കുന്നു. ഇതേ സമയം ഗീതാ പ്രഭാകരെ കാണിക്കുന്നു. കോളിംഗ് ബെൽ കേട്ട് അവർ പുറത്തേക്ക് വരുന്നു. സഹദേവനായിരുന്നു അത്. എനിക്ക് മേഡത്തോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് സഹദേവൻ പറഞ്ഞു. നിങ്ങളുടെ കാലിന് എന്തു പറ്റിയെന്ന് ഗീത സഹദേവനോട് ചോദിക്കുന്നു. ഒരു ആക്സിഡൻറ്റിൽ അത് നഷ്ടമായെന്ന് അയാൾ പറയുന്നു. കയറിയിരിക്കാൻ ഗീത അയാളോട് പറയുന്നു. ഈ സമയം പ്രഭാകരും അങ്ങോട്ട് വരുന്നു. എന്താണ് അയാൾക്ക് സംഭവിച്ചതെന്ന് പ്രഭാകരൻ ചോദിക്കുന്നു. സഹദേവൻ പറഞ്ഞു തുടങ്ങുന്നു. കുറച്ച് നാളുകൾക്ക് മുന്നേ സാം സാർ എന്നെ കാണാൻ വന്നിരുന്നു. 5 വർഷങ്ങൾക്ക് മുന്നേ അലക്സ് എന്നൊരു ചെറുപ്പക്കാരൻ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ടായിരുന്നു എന്നെ കാണാൻ വന്നത്. ഈ അലക്സിനെ നിങ്ങൾ അറിയും. വരുണിൻ്റെ ഫ്രണ്ടായിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരിക്കൽ അവനെ ചോദ്യം ചെയ്തിരുന്നു. തുടർന്ന് സഹദേവൻ എന്ന സാമിനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരോടും പറയുന്നു. അവസാനം ഒരു കാര്യം കൂടെ പറയുന്നു. അന്ന് സാം ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം മറ്റൊരു കാര്യം മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. യഥാർത്ഥത്തിൽ അന്ന് പോലീസ് സ്റ്റേഷനിൽ അലക്സ് കൊല്ലപ്പെട്ടതിന് ശേഷം അവൻ്റെ ബോഡി മറവ് ചെയ്യാൻ ഞാൻ നേരെ പോയത് ജോർജ് കുട്ടിയുടെ തോട്ടത്തിലേക്കായിരുന്നില്ല. പകരം അയാൾ പറഞ്ഞു നിർത്തി. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അയാൾ തുടർന്നു. ഇനി എനിക്ക് പറയാനുള്ളത് സാമും കൂടി കേൾക്കണം. അയാളെയും കൂടി ഒന്ന് വിളിക്കാമോ? സഹദേവൻ ആവശ്യപ്പെട്ടു. അത് സംബന്ധിച്ച് ഗീതാ പ്രഭാകർ സാം അലക്സിനെ ഫോൺ ചെയ്തു. ഈ സമയവും സാം ജോർജ് കുട്ടിയുടെ തോട്ടത്തിലായിരുന്നു. സാം കോൾ എടുത്തു. അത്യാവശ്യമായി സാമിനെ കാണണമെന്ന് ഗീത ആവശ്യപ്പെട്ടു. സാം ഉടനെ തന്നെ അവരുടെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അയാൾ അവരുടെ വീട്ടിലെത്തി. ഗീതാ പ്രഭാകർ സാമിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. സഹദേവനെ കണ്ടപ്പോൾ എന്താ നിങ്ങളിവിടെ എന്ന് അയാൾ ചോദിച്ചു. സഹദേവൻ പറഞ്ഞു തുടങ്ങി. അന്ന് ഞാൻ സാറിനോട് പറഞ്ഞ കാര്യങ്ങളിൽ ചിലത് ഞാൻ മറച്ചു വെച്ചു. ഇനിയെങ്കിലും ഞാനത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇവരോട് ചെയ്യുന്ന ചതിയാവും. അലക്സ് മരണപ്പെട്ട ആ രാത്രിയിൽ ബോഡി എവിടെ മറവ് ചെയ്യുമെന്ന ആലോചനകൾക്കിടയിൽ ഞങ്ങൾ ഒരു കാര്യം ചിന്തിച്ചു. എന്തുകൊണ്ട് ഇവനെ ഈ പോലീസ് സ്റ്റേഷനടിയിൽ തന്നെ കുഴിച്ചിട്ടുകൂടാ? അപ്പോഴും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പോലീസാൽ തന്നെ പുതുക്കി പഴയതുപോലെയാക്കാൻ നല്ല സമയമെടുക്കുമായിരുന്നു. മാത്രമല്ല അതിന് സാധനങ്ങളും വേണം. പോലീസ് സ്റ്റേഷന് പണി കഴിഞ്ഞിട്ട് അധികം നാളാവാത്തതുകൊണ്ട് പണിക്കായി ഉപയോഗിച്ചിരുന്ന ബാക്കി വന്ന സാധനങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഒടുവിൽ കിട്ടാവുന്ന ആയുധങ്ങളും എടുത്ത് ഞങ്ങൾ ആ പോലീസ് സ്റ്റേഷൻ്റെ തറ കൊത്തിപ്പൊളിച്ചു. പക്ഷേ ആ കുഴി തോണ്ടിക്കൊണ്ടിരിക്കെ ഞങ്ങൾ കണ്ടത് അക്ഷരാർത്ഥത ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു. ആ പോലീസ് സ്റ്റേഷൻ്റെ തറക്കടിയിൽ മറ്റൊരു ഡെഡ് ബോഡി. പക്ഷേ അതൊരു അസ്ഥികൂടമായിരുന്നില്ല. പൂർണ്ണമായി നശിക്കാതെ മെഴുകുപോലെ മാറിയ ഒരു ശവമാണ്. മണ്ണിനുള്ളിലെ ഈർപ്പവും വായു കിട്ടാത്ത സാഹചര്യവും കാരണം ശരീരം ഒരു മെഴുകുപോലെ മാറിയിരിക്കുകയാണ്. കുറച്ചു നേരത്തെ ആലോചനയിൽ സഹദേവൻ ഇതാരുടെ ബോഡിയായിരിക്കാമെന്ന് ആലോചിച്ചു. അതെ,
ഇത്രയും നാൾ നമ്മളെല്ലാവരും തേടി നടന്നത് വരുൺ പ്രഭാകരൻ്റെ ബോഡിയാണത്. കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം സഹദേവൻ ആ ബോഡി വണ്ടിയിലെടുത്ത് പുറത്തേക്കിറങ്ങി. പോകാൻ നേരം തൻ്റെ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരോട് താൻ വരാൻ കുറച്ച് ലേറ്റ് ആകുമെന്നും അതിനിടയിൽ അലക്സിൻ്റെ ബോഡി കുഴിച്ചിടണമെന്നും പൊടിച്ചതൊക്കെ പഴയതുപോലെ തിരിച്ചാകെ വെക്കണമെന്നും അവരെ പറഞ്ഞേൽപ്പിക്കുന്നു. അവിടുന്ന് ഞാൻ പോയത് ജോർജ് കുട്ടിയുടെ സ്ഥലത്തേക്കാണ്. അവിടെ ഒരു കുടിയെടുത്ത് വരുണിൻ്റെ ബോഡി ഞാൻ അവിടെ കുഴിച്ചിട്ടു. അടുത്ത ദിവസം വന്ന് ആ സ്ഥലം പരിശോധിച്ച് വരുണിൻ്റെ ബോഡി അവിടെ നിന്നും കണ്ടുപിടിച്ച് ജോർജ് കുട്ടിയെ കൊടുക്കാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ചെയ്തത്. അവിടുന്ന് തിരിച്ചു വരുമ്പോഴാണ് എനിക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചതും. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വരുണിൻ്റെ ബോഡി അന്വേഷിച്ച് നിങ്ങൾ ആ സ്റ്റേഷൻ വീണ്ടും പൊളിച്ചു. പക്ഷേ നിങ്ങൾ വിചാരിച്ചിരുന്നത് പോലെ അത് വരുണിൻ്റേതുമായിരുന്നില്ല. ഞാൻ വിചാരിച്ചതുപോലെ അത് അലക്സിൻ്റേതുമായിരുന്നില്ല. അയാൾ അതും അവിടെ നിന്ന് മാറ്റിയിരുന്നു. ഇത്രയൊക്കെ ചെയ്ത് ജോർജ് കുട്ടി ഞാൻ അലക്സിൻ്റെ ബോഡി അവിടെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടതും അറിഞ്ഞിട്ടുണ്ടാവും. അയാൾ ഒരു പക്ഷേ ആ ബോഡിയും അവിടുന്ന് മാറ്റിയിട്ടുണ്ടാവുമെന്ന് കരുതിയാണ് ഇത്രയും നാൾ ഞാൻ ആരോടും ഇതൊക്കെ പറയാതിരുന്നത്. പക്ഷേ ഇപ്പം ചിന്തിക്കുമ്പോൾ ജോർജ് കുട്ടി ആ ബോഡി അവിടുന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ വരുണിൻ്റേതെന്ന് കരുതി അലക്സിൻ്റെ ബോഡി അയാൾ ഫോറൻസിക് ലാബിൽ എടുത്തുകൊണ്ട് പോവില്ലായിരുന്നു. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ മാഡത്തിൻ്റെ മകൻ വരുണിൻ്റെ ബോഡി ഇപ്പോഴും ജോർജ് കുട്ടിയുടെ തോട്ടത്തിൽ തന്നെയാണുള്ളത്. അതും അസ്ഥികൂടമാവാതെ, ജോർജ് കുട്ടിക്ക് പോലും അറിയാതെ. വരുണിൻ്റെ ബോഡി മാറ്റി കുഴിച്ചിട്ടത് ജോർജ് കുട്ടിയുടെ തോട്ടത്തിൽ തന്നെയാണെന്ന് സഹദേവനിൽ നിന്നറിഞ്ഞ ഗീതയും പ്രഭാകറും സഹദേവനോട് പറഞ്ഞു. ജോർജ് കുട്ടിയുടെ സ്ഥലം മുഴുവൻ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റേഡാർ ഉപയോഗിച്ച് മണ്ണിനടിയിൽ എവിടെയെങ്കിലും ബോഡിയുണ്ടോയെന്ന് ഞങ്ങൾ ചെക്ക് ചെയ്തതാണ്. ഒന്നും തന്നെ അവിടെ നിന്ന് ഞങ്ങൾക്ക് കണ്ടെത്താനായില്ല. ഇത് കേട്ട് സാം അവരോട് ചോദിച്ചു, നിങ്ങളുടെ സ്ഥലത്ത് ചെക്ക് ചെയ്തിരുന്നോ? ജോർജ് കുട്ടിയെ നിരീക്ഷിക്കാൻ നിങ്ങൾ വാങ്ങിയ നിങ്ങളുടെ സ്ഥലത്ത്? ഒരു ഭീതിയോടെ അവർ അത് ചിന്തിക്കാൻ ആരംഭിച്ചു. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം ഗീത സഹദേവനോട് പറഞ്ഞു, നീ കുഴിച്ചിട്ട ആ സ്ഥലത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോ. ഉടനെ തന്നെ സഹദേവൻ അവരെയും കൂട്ടിക്കൊണ്ട് ആ സ്ഥലത്തേക്ക് പോയി. അവിടെ എത്തി താൻ കുഴിച്ചിട്ട സ്ഥലം ഓർത്തെടുക്കാൻ സഹദേവനോട് സാം ആവശ്യപ്പെട്ടു. അവരുടെ ഊഹം ശരിയായിരുന്നു. സഹദേവൻ അന്ന് കുഴിച്ചിട്ടത് ജോർജ് കുട്ടിയുടെ കയ്യിൽ നിന്ന് അവർ മേടിച്ച അവരുടെ സ്ഥലത്ത് തന്നെയായിരുന്നു. ഗീത പറഞ്ഞു, ഇപ്പൊ തന്നെ ഇവിടെ കുഴിച്ചു നോക്കണം. എനിക്കറിയണം വരുൺ ഇവിടെ ഉണ്ടോയെന്ന്. ഇത് കേട്ട് സാം പറഞ്ഞു, നമുക്കിത് ഒഫീഷ്യലായിട്ട് തന്നെ ചെയ്യാം. ജോർജ് കുട്ടിക്കെതിരെയുള്ള എവിഡൻസ് എന്തായാലും നമുക്കിവിടുന്ന് കിട്ടും. ഇത് കേട്ട് ഗീത സാമിനോട് പറഞ്ഞു, സാം, ഞാൻ വന്നത് ജോർജ് കുട്ടിക്ക് വേണ്ടിയല്ല, എന്റെ മകനെ കണ്ടുപിടിക്കാനാണ്. ഇത്രയും നാൾ മനസ്സുകൊണ്ട് ആ പഴയ പോലീസുകാരിയായാണ് ഞാൻ അവനെ അന്വേഷിച്ചത്. ഇപ്പോൾ ഒരു അമ്മ മാത്രമായി ഞാൻ അവനെ തിരയുവാണ്. എനിക്ക് അവനെ മാത്രം മതി. ഗീത കണ്ണുമിറഞ്ഞു പറഞ്ഞു. എല്ലാം സമ്മതിച്ചെന്ന പോലെ സാം അവിടുന്ന് കുഴിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. അതിനുള്ള ആളുകളും വന്നു. ഏറെ നേരത്തെ കുഴിക്കലിന് ശേഷം ആ കുഴിയിൽ നിന്നും ഒരു ശവപ്പെട്ടി അവർക്ക് കിട്ടി. അവരതെല്ലാവരെയും അറിയിച്ചു. ഉടനെ തന്നെ ആ ശവപ്പെട്ടി അവർ പൊളിക്കാൻ ആരംഭിച്ചു. അവരെ ഞെട്ടിക്കുന്നതായിരുന്നു ആ കാഴ്ച. വരുന്നിൻ്റേത് എന്ന് തോന്നിപ്പിക്കും വിധം ഒരു ചെറുപ്പക്കാരന്റെ അഴുകാത്ത ബോഡി. ആ കാഴ്ച കണ്ടു നിൽക്കാനാവാതെ ഗീത അൺകോൺഷ്യസ് ആവുന്നു. പ്രഭാകറും സാമും ഗീതയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുന്നു. സാം വണ്ടിയെടുക്കുന്നു. ഒരു നിമിഷം ദൂരേക്ക് സാം സൂക്ഷിച്ചു നോക്കുന്നു. സാമിന് കാണാമായിരുന്നു. ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് ജനാലയിൽ കൂടി ജോർജ് കുട്ടി തങ്ങളെ നോക്കി നിൽക്കുന്നത്. തങ്ങളുടെ അടുത്ത വരവും പ്രതീക്ഷിച്ചുകൊണ്ട്